ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓണം പ്രമാണിച്ച് കുറച്ച് ഓണവിഭവങ്ങളുടെ റെസിപ്പീസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്തം മുതൽ തിരുവോണം വരെ കുറച്ച് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആദ്യത്തെ റെസിപ്പി പുളിയിഞ്ചിയാണ്. അതിനുവേണ്ടി ഒരു 125 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്, 50 ഗ്രാം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 4 അച്ച് ശർക്കര, അരക്കപ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുവേണ്ടി പുളി എത്രയാണോ എടുക്കുന്നത് അതേ ലെവലിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, പുളി ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ കട്ടിയിൽ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കുക. ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിയണം. കൊത്തി അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കുക. അതൊന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളകും നന്നായിട്ട് കൊത്തി അരിഞ്ഞതാണ്, അതും ഇട്ട് കൊടുക്കാം. എൻ്റെ പച്ചമുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 2 പച്ചമുളക് എടുത്തത്. ഓരോരുത്തരും എടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് എണ്ണം കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് മൂത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് ആയി കഴിയുമ്പം നന്നായിട്ടൊന്ന് ചുരുങ്ങി നമ്മൾ നേരത്തെ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ ഊറി വരാൻ തുടങ്ങും. ഇതേപോലെ ഈ ഒരു സമയമാവണ വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. അതിന് ശേഷം മാത്രം പുളി ഒഴിച്ചു കൊടുക്കുക. എന്നാലേ നല്ല ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ശർക്കര ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ടാണ് ശർക്കര പാനി ഉണ്ടാക്കിയത്. അതിന് ശേഷം അരിച്ചെടുത്തതാണ്. ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം. ഏത് രീതിയിലാണോ സൗകര്യം അങ്ങനെ ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്ലോ ആക്കി വെക്കാം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയൊക്കെ സമയമെടുക്കും. നന്നായിട്ട് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് ഇത്രയും ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ. അപ്പം തണുത്ത് കഴിയുമ്പോൾ നല്ല പാകമായിട്ട് കിട്ടും. ഇനി അത് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കാണിക്കുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ മാറിയത് കണ്ടോ? നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ആവശ്യമുള്ളത്. പുളിയിഞ്ചിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.